Hello students, this is class 5 of module 4 amino acids and proteins. In the previous classes we had seen classification and properties of amino acids and synthesis of amino acids like glycine, alanine and tryptophan. Then we saw what are polypeptides and how the peptide linkage is made, and also peptide synthesis. Okay, now we'll continue with proteins. First, we'll see the classification of proteins. Before going to the classification, let's see what proteins are. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം അമിനോ ആസിഡ്സ് പഠിച്ചു. അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ പെപ്റ്റൈഡ്സ് എന്ന് പറയുമെന്ന് പറഞ്ഞു. പെപ്റ്റൈഡ്സ് തന്നെ പലതരം ഉണ്ട്. മോണോപെപ്റ്റൈഡ്സ്, ഡൈപെപ്റ്റൈഡ്സ്, ഒളിഗോപെപ്റ്റൈഡ്സ്, പോളിപെപ്റ്റൈഡ്സ് എന്നൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് proteins. What are proteins? Proteins are polypeptides having more than 30 amino acid units. 30-ലധികം അമിനോ ആസിഡ് യൂണിറ്റ്സ് ഉള്ള പോളിപെപ്റ്റൈഡുകളെയാണ് നമ്മൾ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മോളിക്കുലാർ മാസ് 10,000-ന് മേലെ ആയിരിക്കും. ഡെഫിനിഷനായിട്ട് ചോദിച്ചാൽ ദേ ആർ കോംപ്ലക്സ് നൈട്രോജീനസ് മോളിക്യൂൾസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലൈഫ്. അമിനോ ആസിഡുകളിലെല്ലാം തന്നെ നൈട്രജൻ ഉണ്ട്. അപ്പോൾ അമിനോ ആസിഡിൻ്റെ പോളിമറായ പ്രോട്ടീന് കോംപ്ലക്സ് നൈട്രോജീനസ് മോളിക്യൂൾസ് ആണ്. ഇത് ഗ്രോത്തിനും മെയിൻ്റനൻസ് ഓഫ് ലൈഫിനും എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ദേ ആർ ദ കോൺസ്റ്റുവൻസ് ഓഫ് ഓൾ ലിവിങ് സെൽസ്. എല്ലാ ലിവിങ് സെൽസിൻ്റെയും കോൺസ്റ്റുവൻസ് ആണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ മോളിക്കുലാർ സ്ട്രക്ചർ. ഈ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ദേ ആർ ക്ലാസിഫൈഡ് ആസ് ഫൈബ്രസ് പ്രോട്ടീൻസ് ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ഫൈബ്രസ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ പ്രോട്ടീൻസ് വിച്ച് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. ആൻഡ് ദേ ആർ ലീനിയർ മോളിക്യൂൾസ് വിച്ച് ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ് ടു ഫോം ഫൈബേഴ്സ്. അപ്പോൾ ഈ പോളിപെപ്റ്റൈഡുകൾ ലീനിയർ മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഈ ലീനിയർ മോളിക്യൂൾസിനെ ഒന്നിനെ മേൽ ഒന്നായിട്ട് സ്റ്റാക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഫൈബ്രസ് പ്രോട്ടീൻസ്. എന്നിട്ട് ഇങ്ങനെയുള്ള ഈ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ലിങ്ക് ടുഗെദർ ബൈ ഹൈഡ്രജൻ ബോണ്ട്സ്. ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് കമ്പൈൻ ചെയ്തിരിക്കുകയാണ് ഈ ഫൈബ്രസ് പ്രോട്ടീനുകൾ. അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് കെരാറ്റിൻ, കൊളാജൻ, ഫൈബ്രോയിൻ. ഇത് മൂന്നുമാണ് ഫൈബ്രസ് പ്രോട്ടീൻസിൻ്റെ എക്സാമ്പിൾസ്. ഇനി ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ പ്രോട്ടീൻസ് വിച്ച് ആർ സോലുബിൾ ഇൻ വാട്ടർ, ആസിഡ്സ് ഓർ ആൽക്കലീസ്. സോലുബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ആൻഡ് ഇൻ ദീസ് ഗ്ലോബുലാർ പ്രോട്ടീൻസ് the polypeptide chains are folded together into compact units forming spherical shapes. ഈ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടല്ലോ, അത് ഈ ഗ്ലോബുലാർ പ്രോട്ടീൻസിൽ ചുരുട്ടി വെച്ചിരിക്കുകയാണ്, സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാലോ ഈ നമ്മുടെ കമ്പിളിയുടെയൊക്കെ ബോൾസ് ഉണ്ടാക്കത്തില്ലേ, അപ്പം അതുപോലെ കമ്പിളി ചുറ്റി ചുറ്റി ബോൾസ് ഉണ്ടാക്കുന്നത് പോലെ പോളിപെപ്റ്റൈഡ് ചെയിനുകൾ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് വെച്ചിരിക്കുകയാണ് ഈ ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ഇതിലും മോളിക്യൂൾസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ ഹൈഡ്രജൻ ബോണ്ട്സ് ബട്ട് ദേ ആർ വീക്കർ ദാൻ ദോസ് ഇൻ ഫൈബ്രസ് പ്രോട്ടീൻസ്. എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ഹീമോഗ്ലോബിൻ, ആൽബുമിൻ, ഇൻസുലിൻ. ഇതെല്ലാം തന്നെ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. ഇത് മോളിക്കുലർ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷനാണ്. ആ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോട്ടീൻസ് ആർ ക്ലാസിഫൈഡ് ആസ് സിമ്പിൾ പ്രോട്ടീൻസ്, കോൺജുഗേറ്റ് പ്രോട്ടീൻസ് ആൻഡ് ഡെറൈവ്ഡ് പ്രോട്ടീൻസ്. സിമ്പിൾ പ്രോട്ടീൻസിന് എക്സാമ്പിൾസ് ആണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഗ്ലൂട്ടലിൻസ്. ഇതെല്ലാം തന്നെ സിമ്പിൾ പ്രോട്ടീൻസിന് എക്സാമ്പിൾസ് ആണ്. ആൻഡ് ദേ ആർ കമ്പോസ്ഡ് ഓഫ് അമിനോ ആസിഡ്സ് ഉള്ളി. അമിനോ ആസിഡുകൾ മാത്രമുള്ള പ്രോട്ടീനുകളെയാണ് നമ്മൾ സിമ്പിൾ പ്രോട്ടീൻസ് എന്ന് ജനറലി പറയുന്നത്. കോൺജുഗേറ്റ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ കമ്പോസ്ഡ് ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് എ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. അപ്പം നമ്മൾ ഈ പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോട്ടീനുകളെയാണ് നമ്മൾ കോൺജുഗേറ്റ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അത് തന്നെ പലതരം ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ദ കോൺജുഗേറ്റ് പ്രോട്ടീൻസ് മേ ബി ന്യൂക്ലിയോ പ്രോട്ടീൻസ്. ഇത് നമ്മൾ പഠിച്ചതാണ്. കണ്ടെയ്ൻ ന്യൂക്ലിക് ആസിഡ്സ് ആസ് ദ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്.
DNA, RNA ഇതെല്ലാമാണ് ന്യൂക്ലിയോ പ്രോട്ടീൻസ്. ന്യൂക്ലിക് ആസിഡ്സ് പ്രോസ്തറ്റിക് ഗ്രൂപ്പായിട്ടുള്ള പ്രോട്ടീനുകളെയാണ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇനി ഫോസ്ഫോ പ്രോട്ടീൻസ് ആണെങ്കിൽ ദേ കണ്ടെയ്ൻ ഫോസ്ഫോറിക് ആസിഡ് ആസ് ദ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. Chromoproteins contain colored groups as prosthetic group, and lipoproteins contain lipids as the prosthetic group. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെല്ലാം തന്നെ നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട്. ന്യൂക്ലിയോ പ്രോട്ടീൻസ് DNA, RNA ആണ്. ഫോസ്ഫോ പ്രോട്ടീൻസ് എക്സാമ്പിൾ മിൽക്കിലുള്ള ഒരു പ്രോട്ടീൻ കസീൻ ഫോസ്ഫോ പ്രോട്ടീൻസിന് എക്സാമ്പിൾസ് ആണ്. ക്രോമോപ്രോട്ടീൻ കളറുള്ള പ്രോട്ടീനാണ് ക്ലോറോഫിൽ. ഇതേപോലെ തന്നെ ലിപ്പോ പ്രോട്ടീൻസ് വേറെ ഉണ്ട്, സ്വിംഗോമൈലിൻ എന്നൊക്കെ പറയുന്ന അതെല്ലാം തന്നെ ലിപ്പോ പ്രോട്ടീൻസ് ആണ്. ഇനി അടുത്തതാണ് ഡെറൈവ്ഡ് പ്രോട്ടീൻസ്. അപ്പോൾ ഡെറൈവ്ഡ് പ്രോട്ടീൻസ് ആർ പ്രോട്ടീൻസ് which are derived by partial to complete hydrolysis from the simple or conjugated proteins by the action of acids, alkalis or enzymes. അപ്പോൾ സാധാരണയുള്ള ഈ സിമ്പിൾ പ്രോട്ടീൻസും കോൺജുഗേറ്റ് പ്രോട്ടീൻസിനെയും ഹൈഡ്രോളൈസ് ചെയ്യാണ് ബൈ ആസിഡ്സ്, ആൽക്കലീസ് ഓർ എൻസൈംസ്. അങ്ങനെ ഹൈഡ്രോളൈസ് ചെയ്തുണ്ടാകുന്ന പ്രോട്ടീനുകളെയാണ് നമ്മൾ ഡെറൈവ്ഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻസിനെ ഹൈഡ്രോളൈസ് ചെയ്തുണ്ടാകുന്ന പ്രോട്ടിയോസസ്, പിന്നെയും ഹൈഡ്രോളൈസ് ചെയ്തുണ്ടാകുന്ന പെപ്റ്റോൺസ്, പോളിപെപ്റ്റൈഡ്സ്, ഇതെല്ലാം തന്നെ ഡെറൈവ്ഡ് പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഏതാണെന്ന് ചോദിച്ചാൽ പ്രോട്ടിയോസസ്, പെപ്റ്റോൺസ്, പോളിപെപ്റ്റൈഡ്സ് ഇതെല്ലാം തന്നെ ഡെറൈവ്ഡ് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചറും ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പസിഷൻ. ഇനി നമുക്ക് പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പ്രോട്ടീനിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് 3 ലെവലിലായിട്ടാണ് ഒരു പ്രോട്ടീനിനെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് അതിന് ആദ്യം പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, പിന്നെ സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടെർഷ്യറി സ്ട്രക്ചറും ഉണ്ട്, ക്വാട്ടേണറി സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രൈമറി സ്ട്രക്ചറുണ്ട്, സെക്കൻഡറി സ്ട്രക്ചറുണ്ട്, ടെർഷ്യറി സ്ട്രക്ചറും ഉണ്ട്, ക്വാട്ടേണറി സ്ട്രക്ചറും ഉണ്ട്. അപ്പം എന്താണ് ഈ ഓരോ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പ്രൈമറി സ്ട്രക്ചർ. ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് പ്രസന്റ് ഇൻ ദ പോളിപെപ്റ്റൈഡ് ചെയിൻ. അപ്പം നമ്മുടെ പ്രോട്ടീനിൽ അമിനോ ആസിഡുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഈ അമിനോ ആസിഡിൻ്റെ സീക്വൻസുകളെ മാത്രം പറയുന്നതിനെയാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ചെയിനെ മാത്രം പറയും, അതിനെയാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ എൻ ടെർമിനൽ അമിനോ ആസിഡ്. അപ്പം നമ്മളൊരു പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ സീക്വൻസ് പറയുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് എൻ ടെർമിനൽ അമിനോ ആസിഡാണ്. ഫ്രീ NH2 ഗ്രൂപ്പ് ഇരിക്കുന്ന ടെർമിനലിനെയാണ് നമ്മൾ എൻ ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പം എൻ ടെർമിനൽ അമിനോ ആസിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അവസാനം ഒരുപാട് അമിനോ ആസിഡുകളുണ്ട്, ഇതെല്ലാം ജോയിൻ ചെയ്ത് ഈ അവസാനം ഒരു C ടെർമിനൽ അമിനോ ആസിഡിൽ വന്ന് എൻഡ് ചെയ്യും. ഇതിനെയാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്ട്രക്ചർ പ്രെഡിക്ഷൻ. അപ്പോൾ പ്രൈമറി സ്ട്രക്ചർ പറയുന്നത് കൊണ്ട് നമുക്ക് ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അമിനോ ആസിഡ് സീക്വൻസ് ഡിറ്റർമിൻസ് ദ ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് ഹെൻസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഒരു പ്രോട്ടീൻ എല്ലാ ഇൻഫർമേഷനും കോഡ് ചെയ്തിരിക്കുന്നത് ഈ പ്രോട്ടീനിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടീനിൻ്റെ സീക്വൻസ്, അമിനോ ആസിഡിൻ്റെ സീക്വൻസ് ആ പ്രോട്ടീൻ്റെ ഫങ്ഷനെ ഡിറ്റർമിൻ ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റിയെയും ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പ്രൈമറി സ്ട്രക്ചറാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ മോളിക്കുലാർ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ പ്രൈമറി സ്ട്രക്ചർ ഉപകരിക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രേസിങ് എവല്യൂഷണറി പാത്സ്. ഈ പ്രോട്ടീൻ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ഇതിൻ്റെ പ്രൈമറി സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ്, അതിനെയാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡറി സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സെക്കൻഡറി സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ കോയിൽഡ്. അപ്പോൾ ഈ പോളിപെപ്റ്റൈഡ് ഒരു വലിയ ചെയിനാണ് അല്ലേ, ആ ചെയിൻ എങ്ങനെയാണ് കോയിൽ ചെയ്തിരിക്കുന്നത്. കോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു നൂല് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ അതൊന്ന് വളഞ്ഞ് കിടക്കും അല്ലേ, ആ വളവിനെയാണ് നമ്മൾ കോയിലിംഗ് എന്ന് പറയുന്നത്. It refers to the way in which polypeptide chains are coiled.
or it is the manner in which polypeptide chains are folded or bent. പോളിപെപ്റ്റൈഡ് ചെയിനുകൾ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ടാകും. അതെങ്ങനെയാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഈ സെക്കൻഡറി സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. It arises from the geometry of the peptide bond and the hydrogen bonding between CO and NH groups of different polypeptide chains. ഒരു പെപ്റ്റൈഡ് ലിങ്കേജ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു അമിനോ ആസിഡിന്റെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും വേറൊരു അമിനോ ആസിഡിന്റെ NH2 ഗ്രൂപ്പും കണ്ടൻസ് ചെയ്ത് ആണ് ഒരു പെപ്റ്റൈഡ് ലിങ്കേജ് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ ഈ പെപ്റ്റൈഡ് ലിങ്കേജിന് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, അപ്പോൾ അത് ഇങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് നിൽക്കും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനൊരു റെസണൻസ് ഉണ്ട്. ഇവിടെ CO മൈനസ്, ഇവിടെ ഒരു N+H, ഇങ്ങനെയൊക്കെയാണ് ഇതിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഇങ്ങനെ രണ്ട് അഡ്ജസൻറ്റ് മോളിക്യൂൾസിലുള്ള ഇവിടെ ഒരു NH ഗ്രൂപ്പ്, ഇതൊരു ആദ്യത്തെ അമിനോ ആസിഡ് ചെയിനിലെ പെപ്റ്റൈഡ് ലിങ്ക്. ഇതേപോലെ തന്നെ അടുത്ത ചെയിനിലുള്ള ഒരു പെപ്റ്റൈഡ് ലിങ്കേജ് നമ്മൾ നോക്കാം. ഇവിടെ C+O NH. ഇപ്പം ഇങ്ങനെ ഒരു അടുത്തടുത്ത് രണ്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, പെപ്റ്റൈഡ് ലിങ്കേജസ് അടുത്തിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഒരു ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്ത് പോസിബിൾ ആണ്? ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ടാണ് സെക്കൻഡറി സ്ട്രക്ചർ അമിനോ ആസിഡ് പ്രോട്ടീൻസിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡറി സ്ട്രക്ചർ തന്നെ രണ്ട് തരമുണ്ട്, ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറും. എന്താണ് ഈ ആൽഫ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ? പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽഡ് ഇൻ എ റൈറ്റ് ഹാൻഡഡ് വേ, ഇതിനെയാണ് ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ കോയിൽഡ് ഇൻ എ റൈറ്റ് ഹാൻഡഡ് വേ എന്ന് പറഞ്ഞാൽ? CO of one amino acid residue forms hydrogen bonds with the NH of the fourth amino acid residue in the same chain. അപ്പോൾ അത് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇത് ഒരു അമിനോ ആസിഡ് ചെയിൻ ഇങ്ങനെ ഇരിക്കുകയാണ്, അമിനോ ആസിഡ് ചെയിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു CO ഗ്രൂപ്പ്, അല്ലേ? CO of one amino acid residue, ഒരു അമിനോ ആസിഡ് റെസിഡ്യൂ CO ഗ്രൂപ്പ് അഡ്ജസൻറ്റ് മോളിക്യൂളിലെ ഫോർത്ത്, ഇതാണ് ഒരു ചെയിൻ. ആ ചെയിനിൽ അഡ്ജസൻറ്റ് ആയിട്ട് കിടക്കുന്ന ഫോർത്ത് അമിനോ ആസിഡിന്റെ NH ഗ്രൂപ്പുമായിട്ട് ഒരു ബോണ്ട്. ഈ CO ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ തിരിച്ച് എണ്ണുവാണെങ്കിൽ അത് നാലാമത്തെ NH ആണ്. അങ്ങനെ ഒരു അമിനോ ആസിഡ് റെസിഡ്യൂ ആയിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുകയാണ് ഈ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറിലുള്ളത്. ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറിൽ എന്താ സംഭവിക്കുന്നത്? CO of one amino acid residue forms hydrogen bonds with the NH of the fourth amino acid residue in the chain. സെയിം ചെയിൻ തന്നെയാണ്, ഒരൊറ്റ ചെയിൻ തന്നെ റൈറ്റ് ഹാൻഡഡ് ആയിട്ട് കോയിൽ ചെയ്തിരിക്കുകയാണ്. CO group of one amino acid forms hydrogen bonds with the NH of the fourth amino acid residue in the chain. And it resembles a curled ribbon with each turn containing 3 to 6 amino acids. അപ്പോൾ 3 തൊട്ട് 6 അമിനോ ആസിഡ് വരെ ഒരു ടേണിൽ ഉണ്ടാവും. മൊത്തത്തിൽ സെക്കൻഡറി സ്ട്രക്ചറിൽ ഒരു 11 അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതിൽ 3 തൊട്ട് 6 അമിനോ ആസിഡ് ഒരു ടേണിലുണ്ടാവും. ഇപ്പം നമ്മൾ പറഞ്ഞു കേൾഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്, അല്ലേ? ഈ ഒരൊറ്റ ടേണിൽ എത്ര ഉണ്ടാകും? 3 to 6 അമിനോ ആസിഡ്സ് ഉണ്ടാകും. ഇതാണ് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെയാണ് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ വരയ്ക്കുന്നത്. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോഴത്തേനും സിമ്പിളായിട്ട് വരയ്ക്കുക, ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഇനി സെക്കൻഡറി സ്ട്രക്ചറിന്റെ അടുത്ത ഫോമാണ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ സിമ്പിളാണ്, ഒരൊറ്റ പോളിപെപ്റ്റൈഡ് ചെയിനേ ഉള്ളൂ, അത് കോയിൽ ചെയ്തിട്ടുണ്ടാകും. ആദ്യത്തെ ടേണിലുള്ള അമിനോ ആസിഡ് CO ഗ്രൂപ്പ് അതിൻ്റെ നാലാമത്തെ അമിനോ ആസിഡ് റെസിഡ്യൂവിൻ്റെ NH ഗ്രൂപ്പുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ. ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ
two or more segments of a polypeptide chain line up next to each other forming a sheet structure. അപ്പോൾ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഇങ്ങനെയുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ വരാം. അതല്ലെങ്കിൽ ഈ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഇതാ ഇങ്ങനെ ഇരിക്കാം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഇങ്ങനെ വളഞ്ഞിരിക്കുക.